നോട്ട് പ്രതിസന്ധി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള എല്ലാവരെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായവരെ അത്യന്തം ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് നോട്ട് പിൻവലിക്കൽ എന്ന് തെളിയിക്കുകയാണ് ഇവരുടെ വാക്കുകൾ. 500 രൂപ 1000 രൂപ നോട്ടുകൾ അസാധുവാക്കിയ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കള്ളപ്പണക്കാരെ കുടുക്കുക എന്നതായിരുന്നു. എന്നാൽ നാണയത്തുട്ടുകൾ പെറുക്കിയെടുത്ത് ജീവിതം തള്ളി നീക്കുന്ന ചിലരെ ഇത് രൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അവരിൽ ചിലരെ നമുക്ക് കാണാം. ഇത് തിരുവനന്തപുരം നഗരത്തിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപമുള്ള ലോട്ടറി കച്ചവടക്കാരനാണ്. നോട്ടുകൾ പിൻവലിച്ച നടപടി ഇദ്ദേഹത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് കേൾക്കാം. തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അംഗപരിമിതരായ അനേകം പേർ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ട്. ഇവരുടെയും അവസ്ഥ നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമല്ല. ഈ നോട്ടിന്റെ പ്രശ്നമായപ്പോൾ കച്ചവടം കുറവ്, വീട്ടിൽ ചെലവിനൊക്കെ കുറവാണ്. ഒരു നേരത്തെ ആഹാരത്തിനായി ചെരുപ്പ് കുത്തിയായി പണിയെടുക്കുന്ന മണിയാണിത്. മുൻപ് കേട്ട അഭിപ്രായങ്ങളിൽ നിന്നും ഭിന്നമല്ല മണിയുടേതും. ജോലിക്ക് കുറവുകൊണ്ട് പൈസ ആരും തരുന്നില്ല. മുൻപ് ചില്ലറയ്ക്കായി ചിലരെങ്കിലും സമീപിച്ചിരുന്നത് ഭിക്ഷയാചിക്കുന്ന ഇവരെയാണ്. എന്നാൽ നോട്ട് പ്രതിസന്ധി വന്നതോടുകൂടി ഇവരുടെ ജീവിതവും ദുരിതത്തിലായിരിക്കുകയാണ്. നോട്ടുണ്ട്, ചില്ലറ തരാം, അല്ല ചില്ലറ ഉണ്ടെങ്കിൽ നോട്ട് തരാമെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ കടകളൊക്കെ ചോദിക്കുമായിരുന്നു. ಐನೂರು ಕೊಡ್ತು ಬಾಕಿ ಉಂಡ ಇಲ್ಲಾಂದ್ರೆ 50 രൂപ ಬಿಡ್ಚಿಟ್ಟು 450 ಬಾಕಿ ಅದು ದೋಚಿ ಇಲ್ಲ ನಾನು ದೋಚಿ ಅದನ್ನ അങ്ങനെ. ഇപ്പോഴും മുമ്പൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊക്കെ വല്ലതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. ആൾക്കാരുടെ പൈസ കാണുമായിരുന്നു. ഇപ്പോൾ പറയും ചില്ലറയൊന്നുമില്ല, പിന്നെ പറഞ്ഞ് അവർ കൈമാറുകയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന ഇവരോടാണ് മുൻപ് ആളുകൾ ചില്ലറകൾ ചോദിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇവരുടെ അടുത്തും ചില്ലറയില്ല. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ അനീഷിനൊപ്പം അഞ്ജലി പ്രദീപ്, റിപ്പോർട്ടർ.